ഡിയർ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പുതിയൊരു പാഠാണ് ആവറേജ്, ശരാശരി. ശരാശരി എന്നുള്ളത് പുതിയ പാഠാണ്. അപ്പോൾ പുതിയ പേജ് എടുത്ത് പിന്നെ നല്ല വൃത്തിയിൽ ഹെഡിങ് ഒക്കെ എഴുതി ചെയ്യണം. അപ്പോൾ ആവറേജ്, ശരാശരി. എന്താണ് ശരാശരി എന്ന് ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ വേണം. ശരാശരി എന്ന് പറഞ്ഞാൽ കുറേ ഡാറ്റകളിൽ കുറേ നമ്പറുകൾ അല്ലെങ്കിൽ കുറേ സംഖ്യകൾ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അളവുകൾ, ഇതൊക്കെ അതിൽ ഏകദേശം ഒരു അതിൻ്റെ മദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരാശരി. ഇപ്പോൾ ഉദാഹരണം, ഒരു ആഴ്ച പശുവിൻ്റെ പാല് പല അളവിലാണ് കിട്ടുന്നത്. 7 ലിറ്റർ, 8 ലിറ്റർ, 9 ലിറ്റർ, 10 പല ലിറ്ററൊക്കെ കിട്ടുന്നത്. പല അളവുകളിലാണ് പാല് കിട്ടുന്നത് നിൽക്കുക. എങ്കിൽ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എത്ര പാലാ ഒരു ദിവസം പശുവിന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അളവുകളൊക്കെ പറയുന്നതിന് പകരം ഇതിൻ്റെ ഒക്കെ മധ്യത്തിലുള്ള നടുവിലുള്ള ഒരു സംഖ്യ പറഞ്ഞാൽ ഏകദേശം ഇത്രയാണ് കിട്ടുന്നത്. 7, 8, 9 ലിറ്ററാണ് പാല് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ നടുവിലുള്ള ഒരു 8 ലിറ്ററൊക്കെ കിട്ടും. ചിലപ്പോൾ 7 ആവും, ചിലപ്പോൾ 8 ആവും, ചിലപ്പോൾ 9 ആവും, ചിലപ്പോൾ 10 ഒക്കെ ആവും. പക്ഷെ അതാണ് ശരാശരി, അതിൻ്റെ നടു എടുക്കുക. അതേപോലെ കുറേ അളവുകളുള്ള തുണി. ഇപ്പോൾ നമ്മളെ വിരിപ്പാട് സ്കൂളിൽ 900ഓളം വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് യൂണിഫോം വാങ്ങണം. അപ്പോൾ എത്ര മീറ്റർ തുണി എടുക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യുക, 900 കുട്ടികളെയും അളന്ന് കൊണ്ടുപോകാറുള്ള ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, വ്യത്യസ്ത വലിപ്പമുള്ള ഒരു 5 കുട്ടികളെ അളവെടുക്കും. എന്നിട്ട് ആ 5 കുട്ടികളെ അളവും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ നടു പിടിക്കും, മദ്യം. അതാണ് ശരാശരി. ആ നടു പിടിച്ചിട്ട് ശരാശരി കണ്ടെത്തിയിട്ട് ആ ശരാശരിനെ, അതായത് ഒരു കുട്ടിക്ക് ഏകദേശം ഇത്ര അളവ് വേണം. അങ്ങനെയാണെങ്കിൽ 900 കുട്ടികൾക്ക്. അപ്പോൾ ശരാശരി കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ 900 കൊണ്ട് ഗുണിക്കും. ആവറേജ് കണ്ടെത്തിയിട്ട് 900 കൊണ്ട് ഗുണിച്ചാൽ ആകെ എത്ര തുണി വേണം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ. അപ്പം കുറേ കണക്കുകൾ ചെയ്യുമ്പോൾ ഈ പാഠം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ആവറേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മൺഡേയിൽ 7 ലിറ്റർ, ട്യൂസ്ഡേയിൽ 8 ലിറ്റർ, വെനസ്ഡേയിൽ 9 ലിറ്റർ പാലാണ് കിട്ടുന്നത്. അപ്പോൾ ആവറേജ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത്, തന്ന ഡാറ്റകൾ, തന്ന സംഖ്യകൾ മുഴുവൻ കൂട്ടുക. അപ്പോൾ 7ഉം 8ഉം 9ഉം കൂട്ടുക. അപ്പോൾ 24 കിട്ടി. ഇനി 24ൻ്റെ എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1, 2, 3 എണ്ണം, 3 നമ്പറാണ്. അപ്പം 24നെ 3 കൊണ്ട് ഹരിക്കുക ചെയ്യട്ടെ. അപ്പോൾ ശരാശരി കിട്ടാൻ തന്ന ഡാറ്റകൾ കൂട്ടുക, അതിനെ എണ്ണം കൊണ്ട് എത്ര ഡാറ്റ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, എത്ര സംഖ്യകളുണ്ട് അതിനോട് ഹരിക്കുക. അപ്പോൾ 24 കൂട്ടിയിട്ട് 24 കിട്ടി, അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. അപ്പോൾ 7, 8, 9ൻ്റെ എന്നീ സംഖ്യകളുടെ ശരാശരി 8. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. 7, 8, 9 തുടർച്ചയായ നമ്പറുകളായതുകൊണ്ട് അതിൻ്റെ നടുവിലെ സംഖ്യ 8. അപ്പം ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എത്ര പാല് കിട്ടും? 8 ലിറ്റർ പാലൊക്കെ കിട്ടും. അത് ചിലപ്പോൾ 7 ആവും, ചിലപ്പോൾ 8 ആവും. ശരാശരി പറഞ്ഞാൽ അതിനെ മൊത്തത്തിലുള്ളതിൻ്റെ നടു പിടിക്കുക എന്നുള്ളതാണ്. അതാണ് ശരാശരി. അപ്പോൾ 7, 8, 9 8 ലിറ്റർ, 8ആണ് ശരാശരി. മറ്റൊരു കണക്ക് നോക്കുക, ഒരു ഡ്രസ്സിൻ്റെ കണക്ക്. ഇപ്പോൾ 5 ആൾക്ക് ഡ്രസ്സിൻ്റെ ഇതാണ്. സുധീറിന് 110 വേണം, രവിക്ക് 130 വേണം, രമേശിന് 120 വേണം, സുഹൈലിന് 140 വേണം, ജോസഫിന് 100 മീറ്ററും തുണി വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു ശരാശരി കണ്ടെത്തണം. അപ്പോൾ ഇത് വ്യത്യസ്ത അളവുള്ള 5 കുട്ടികളെ എടുത്തു. അപ്പോൾ 5 കുട്ടികളെ എടുത്ത് പിന്നെ അത് ഈ അളവുകളൊക്കെ കൂട്ടുക. 110, 130, 120, 140, 100, 600. അപ്പോൾ 5 കുട്ടിക്ക് 600 വേണ്ടി. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര വേണം? അപ്പോൾ ഇതിൻ്റെ നടു നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 600നെ 5 കുട്ടികളാണ്, അപ്പോൾ 600നെ 5 കൊണ്ട് ഹരിക്കണം. 1, 2, 3, 4, 5 5 നമ്പറാണ്. അപ്പോൾ 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 600 ഹരിക്കണം 5 = 120 മീറ്റർ.
അപ്പോൾ ഒരു കുട്ടിക്ക് 120 വേണം. ഇപ്പം നമുക്ക് 900 കുട്ടികളുണ്ടെങ്കിൽ 120നെ 900 കൊണ്ട് ഗുണിച്ചാൽ ആകെ എത്ര ആ സ്കൂളിൽ എത്ര തുണി എടുക്കണമെന്ന് കിട്ടും. ഇനി 10,000 കുട്ടികളുണ്ടെങ്കിൽ 120നെ 10,000 കൊണ്ട് ഗുണിച്ചാൽ ഏകദേശം എത്ര തുണി ആ സ്കൂളിൽ എടുക്കണമെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഏവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ബൈ നമ്പർ, ടോട്ടൽ ഹരിക്കണം നമ്പർ എന്നാണ്. ടോട്ടലിനെ നമ്പർ കൊണ്ട് ഹരിക്കണം. അപ്പോൾ ശരാശരി സമം ആകെ ഹരിക്കണം എണ്ണം. ആകെ ആണ് ടോട്ടൽ. ആകെ എത്ര എന്നെല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് എത്ര എണ്ണം എത്ര നമ്പർ ഉണ്ട് അതിനോട് ഹരിക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ശരാശരി കണ്ടെത്തുക. അപ്പോൾ ശരാശരി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല നിങ്ങളെ മനസ്സിൽ വരണം. ടോട്ടൽ ബൈ നമ്പർ, ആകെ ഹരിക്കണം എണ്ണം. അപ്പം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പേജ് നമ്പർ 22 4 ചോദ്യങ്ങളുണ്ട്. ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ ക്ലാസ് വർക്കായിട്ട് ഇപ്പം തന്നെ ചെയ്യണം.